ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയാലോ? ഇതുവരെ നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. ഒരിക്കലും ഫ്ലോപ്പായില്ല. 100% ഗ്യാരണ്ടിയാണ്. ഇതുപോലെ ഗുണ്ട് മണി പോലത്തെ അടിപൊളി നെയ്യപ്പം കിട്ടാൻ ഉള്ള എല്ലാ ടിപ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റും അരികെ നല്ല മൊരിഞ്ഞിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ പച്ചരിയാണ് കേട്ടോ. നിങ്ങൾക്കിത് കടയിൽ നിന്ന് വാങ്ങണ പച്ചരിയോ അല്ലെങ്കിൽ ഉണങ്ങല്ലരി ഉണ്ടാവുമല്ലോ, അതൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അത് ഞാൻ റേഷൻ പച്ചരി എടുത്തിരുന്നത്. അത് ഞാൻ ഒരു 3-4 പ്രാവശ്യം നല്ല കഴുകിയിട്ട് തെളിഞ്ഞ വെള്ളം ആവുന്നവരെ നല്ലപോലെ കഴുകിയെടുക്കുക. അതിൽ നിറച്ചും വേസ്റ്റ് ഉണ്ടാവും. കഴുകിയെടുത്തതിന് ശേഷം അരി മുങ്ങി നിൽക്കാൻ പാകത്തുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കുതിരാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരത്താണ് ഇപ്പം ഞാനിത് അരച്ചെടുക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ അരിയിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പാത്രത്തിൽ ഞാൻ അരി മുഴുവനായിട്ടും കൊട്ടി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 400 ഗ്രാം വെല്ലം എടുത്ത് നല്ലപോലെ കുത്തി പൊടിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോയത് കേട്ടോ. അപ്പോൾ അത് വെല്ലം നല്ലപോലെ ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. നമുക്കിത് ഒരു നൂൽ പരുവൊന്നും ആയി കിട്ടണ്ട. വെല്ലം നല്ലപോലെ ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. അപ്പോൾ മെല്ലൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കണം. ഇതിൽ വല്ല കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ പറഞ്ഞിട്ടാണ് അരിക്കുന്നത്. ഇത് നല്ല വെല്ലമാണ് കേട്ടോ. നല്ല മധുരമുള്ള വെല്ലമാണ്, നല്ല വെല്ലമാണ്. അതിൽ കല്ലും മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനത് ഉരുക്കിയിട്ട് അരിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിയിലത്തെയും വെള്ളം നല്ലപോലെ പോയിട്ടുണ്ട്, വെല്ലവും നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഞാനത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ പകുതി അരി ഞാൻ മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അരിൻ്റെ ഒപ്പം വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യണവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെല്ലപ്പാവ് ഒഴിച്ചിട്ട് അരിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാൽ മതി. ഞാൻ ഏലക്കായ പൊടിച്ച് വെക്കലില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ അരക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരി അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് തരി പാടില്ല, ചെറിയൊരു തരി. ചെറിയ തരി ഉണ്ടാകുന്നത് നമ്മുടെ നെയ്യപ്പം നല്ലപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ബബിൾ പോലെ ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു തരി ഉണ്ടാകണം പറയുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ നെയ്യപ്പം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരം മൈദ മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിരിക്കണം. ഗോതമ്പ് മാവ് ഇട്ടതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരുപാട് അരച്ചെടുക്കണ്ട. എന്നിട്ട് 2ാം പ്രാവശ്യം അരച്ച മിക്സും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സിയിലത്തെ മുഴുവൻ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു കരണ്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക തവി. പിന്നെ നമ്മളിതിന് മുമ്പ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ണിയപ്പം നമ്മുടെ എപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയപ്പമൊക്കെ ഒരുപാട് പേര് കണ്ട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെയ്യപ്പം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവൊക്കെ നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ടീസ്പൂൺ നിങ്ങൾക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെയ്യപ്പം നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നോക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് പോലെ ഉണ്ട് മാവ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെല്ലപ്പാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെല്ലപ്പാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് പരുവം എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ്, കൂടുതൽ ഇടരുത്, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എള്ളിന് പകരം കരിഞ്ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. നമ്മളിത് ഓരോന്നിട്ട് മിക്സ് ആക്കുമ്പോഴും നമ്മുടെ മാവ് നല്ലപോലെ നെയ്യപ്പം സോഫ്റ്റ് ആകാൻ നല്ലതാണ് കേട്ടോ. നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇതേപോലെ വേണം നമ്മുടെ മാവിൻ്റെ പരുവം. ഒഴിക്കുമ്പോൾ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോകണം. മുറിഞ്ഞ് മുറിഞ്ഞ് പോകരുത്. അതാണ് കറക്റ്റ് പരുവം. ഇനിയിപ്പോൾ ഇത് രാത്രിയാണ് ഞാനിത് എല്ലാം കൂട്ടി വെക്കുന്നത്. ഇനി നമുക്കിത് രാവിലെ നോക്കിയെടുക്കുക. രാവിലെ ഇത് ആകുമ്പോഴേക്കും ഇതിൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെല്ലപ്പാവ് ഒഴിച്ച് കൊടുക്കണം. ഇല്ല ലൂസ് ആണെങ്കിൽ അപ്പോൾ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കും വേണം. ഞാൻ ഉരുക്കിയിരിക്കുന്നത് 1/2 കിലോ വെല്ലമാണ് കേട്ടോ. 2 കപ്പ് അരിക്ക് 350 to 400 ഗ്രാം വെല്ലം മതി. ഞാൻ 1/2 കിലോ വെല്ലമാണ് ഉരുക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഇത്ര വെല്ലം ബാക്കിയുള്ളത്. രാവിലെ നമുക്ക് മാവ് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിന് കുറച്ചും കൂടി വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഞാൻ മാവൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ നമ്മുടെ മാവ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നില്ല, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റും അല്ല ലൂസും അല്ല, കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മുടെ മാവ്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇതേപോലെ വേണം. ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് പരുവാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കണില്ല, മാവ് ഇട്ട് കൊടുക്കണില്ല, ഒന്നുമില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്താൽ മതി. ഇല്ല വെള്ളം കൂടിയില്ല, ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെല്ലപ്പാവ് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പം ഒഴിക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂട് വേണം. ചൂടായ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് അതേപോലെ അങ്ങോട്ട് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം 1-2 സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് നല്ലപോലെ എണ്ണയിൽ നിന്ന് പൊന്തി വരും. അതുവരെ ഇളക്കുക കാട്ടൊന്നും ചെയ്യരുത് കേട്ടോ. പൊന്തി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മേൽഭാഗത്തെ മാവ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എണ്ണ 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും പൊരിച്ചെടുക്കുക. ഇതേപോലെ നിങ്ങൾ ഇതേ അളവോട് കൂടിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കി. ഇനി എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഓണത്തിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. ഇന്ന് ഉണ്ടാക്കിയ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ മുമ്പ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ബിരിയാണിൻ്റെ റെസിപ്പീസും നാടൻ റെസിപ്പീസും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പീസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുടി വളരാനുള്ള എണ്ണയും മുളിച്ചിൽ ചൂടൂരൊക്കെ കുട്ടികളുടെ മാറാനുള്ള എണ്ണയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക.